ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഇടിച്ചക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോളം വെയിറ്റ് വരുന്ന ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പൊ ഞാനിതെല്ലാം കനം കുറഞ്ഞ രീതിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവിൽ കൂടെ ഒന്നും കൂടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. അപ്പൊ എല്ലാതും ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കരുത്. നമ്മൾ ആദ്യം 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രമേ ഫസ്റ്റ് സ്പീഡിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാരണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിക്കോളും. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ ഒരു 3 സെക്ഷൻ ആയിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ഇഡ്ഡലി തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ അത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 25 ചെറുള്ളി അരിഞ്ഞതും അതുപോലെ ഒരു സവോള, 4 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ഇത്രയും ചേർക്കണം കേട്ടോ, അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും അതേപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഒരു പിടി നാളികേരക്കുത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക, അതായത് ക്യുമിൻ സീഡ്. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. അതേപോലെ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക, അതായത് 250 ml കപ്പിൽ 1 കപ്പ് നാളികേരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സമയമെടുത്ത് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.